ഇന്നലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും അത് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനത് പറയാം. നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ, അതായത് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഒരു സിനിമയിൽ അടുത്ത് അഭിനയിച്ചു. അതിന് നെഗറ്റീവ് റിവ്യൂ ഇട്ട് കുറച്ച് യൂട്യൂബേഴ്സ് അങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് അതിനെ തകർക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ ഡയറക്ടറൊക്കെ പാടെ ഒരു എന്താ പറയുക ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു. അതിന് നമ്മുടെ അശ്വന്ത് ഗോക്ക്, അതായത് റിവ്യൂവറായ അശ്വന്ത് ഗോക്ക് 1,00,000 ചോദിച്ചു, ഈ സിനിമയ്ക്ക് നെഗറ്റീവ് ഇടാതിരിക്കാൻ 1,00,000 ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവാദമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്നലെ രാത്രി, അതായത് ഒരു ഏകദേശം ഒരു പുലർച്ചെ തന്നെ പറയാം, അശ്വന്ത് ഗോക്ക് സാധാരണ രീതിയിലൊരു സിനിമ റിവ്യൂ പറഞ്ഞ രീതിയിലല്ല, പുള്ളി നല്ല അടിച്ച് കള്ളും കുടിച്ച് കണ്ട് നല്ല ഫിറ്റായിട്ട് ഇന്നലെ ഒരു സംഭവം പറഞ്ഞു. അതും ആദ്യം മുതൽ അവസാനം വരെ തെറി മാത്രമായില്ല. അതായത് ഗോകുൽ സുരേഷിനും അതിൻ്റെ ഡയറക്ടറും സുരേഷ് ഗോപിനെയും എല്ലാവരും കെടുത്ത് തെറി പറയാം. സാധാരണ ഇപ്പോൾ അശ്വന്ത് ഗോക്കിൻ്റെ നമുക്കറിയാം, പുള്ളി ഒരു റിവ്യൂ പറയുമ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട മാത്രം പുള്ളി ഒരു മറ്റുള്ളവർ നല്ലതാണ് പറയുന്നത്, പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. എന്നാൽ പറ്റ മോശം സിനിമ പുള്ളി ചിലപ്പോൾ ഇഷ്ടപ്പെടും. നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന കാര്യമാണ്. പുള്ളി ക്യാഷൊക്കെ വാങ്ങിയിട്ട് തന്നെ ആവും ഈ റിവ്യൂ ചെയ്യുക. എല്ലാമെന്ന് പറയാനുള്ള തെളിവൊന്നും നമ്മളെ കയ്യില്ല. പുള്ളി പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവുകൾ ഉണ്ടോ, ഞാൻ വാങ്ങിയുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്, അതിനെ എതിർക്കണൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു പൊതുവായിട്ട് പറയുകയാണെങ്കിൽ പുള്ളി വാങ്ങിയോ ഇല്ല നമുക്കറിയില്ല. വാങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ പുള്ളി ചോദിക്കാതെ ഇപ്പോൾ എന്തായാലും അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്കെ, ചോദിക്കാതെ അവർ പറഞ്ഞു എന്ന് ഓക്കെ. പക്ഷെ ഒരു പൊതു ഇതിൽ വന്നിട്ട് ഒരു യൂട്യൂബറായ പുള്ളി ഒരു സിനിമ റിവ്യൂ നല്ല രീതിയിൽ വിശകലനം ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരാളെ തന്തക്കും തള്ളക്കും തെറിയും മാത്രം വിളിക്കുമ്പോൾ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുക. എന്ത് യൂട്യൂബറായാലും എന്താളായാലും അതൊരു അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു വീഡിയോ ഫാമിലി കാണും, അതായത് കുട്ടികൾ കാണുന്നുണ്ട്, അമ്മമാർ അച്ഛന്മാർ കാണുന്നുണ്ട്, നമ്മുടെ ലേഡീസൊക്കെ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രത്തോളം അസഭ്യം പറയണം, അതും വെള്ളം അടിച്ചിട്ട് അസഭ്യം പറയുന്നുണ്ട്, ഒരിക്കലും അതൊരു യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതിന് ഒരുപാട് ആളുകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് അവരുടേതായ, അതായത് അവരുടെ ഒരു എന്താ പറയുക രീതിയാവും. അവർ വീട്ടിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടേ കാരണം അവരെ സപ്പോർട്ട്, ഞാൻ ഒരിക്കലും അവന് സപ്പോർട്ട് എന്ന് കരുതിയിട്ട് ഗോകുൽ സുരേഷ് പറഞ്ഞ കാര്യം ത്തിനോടല്ല നമ്മൾ പറഞ്ഞു. ഒരു സിനിമ ആവും, ചിലപ്പോൾ വിജയിക്കും, മോശമാവും, ചിലപ്പോൾ അത് നല്ലത് പറയും, മോശം പറയും, അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. അതിനൊരു വന്നിട്ട് ഇങ്ങനെ കരഞ്ഞു മെഴുകേണ്ട ആവശ്യമില്ല. പക്ഷേ അത് പറഞ്ഞെന്ന് കരുതിയിട്ട് യശ്വന്ത് ഗോക്ക് വന്നിട്ട് ഇമാതിരി തെറി അഭിഷേകം ചെയ്യുന്ന പച്ചക്ക് ഇങ്ങനെ തെറി പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ പുള്ളിയുടെ കെട്ടിറങ്ങുമ്പോൾ പുള്ളി അത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് അവരെന്തായാലും മിക്കവാറും അതിന് കേസൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്നു വിചാരിക്കണം, അറിയില്ല. എന്തായാലും അങ്ങനെ അതൊരു മോശമായൊരു എന്താ പറയുക ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അശ്വന്ത് ഗോക്ക് പറയുന്ന എല്ലാ സിനിമകളും സത്യസന്ധമായിട്ട് റിവ്യൂ പറയുന്ന ഒരാളായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല, ഒരിക്കലും ഒരാളുകൾക്കും തോന്നില്ല. ഒരു കാലത്ത് മോഹൻലാൽ സിനിമകളെ അത്രത്തോളം മോശം പറഞ്ഞു, പിന്നീട് മമ്മൂക്ക സിനിമകളെ പറയുന്നു. പുള്ളി ഈ യുവാക്കളെ കുറേ പൊന്തിക്കും, എന്നിട്ട് അവരെ എടുത്ത് താഴ്ത്തും, മമ്മൂക്കയെ പൊന്തിക്കും, ലാലേട്ടനെ പൊന്തിക്കും, അവരെയും താഴ്ത്തും. അങ്ങനെ ഒരു പുള്ളിയുടെ തന്നെ അങ്ങനെ വെച്ചാൽ പുള്ളിക്ക് സിനിമ ചെയ്താൽ മതി. അപ്പോൾ അതിനോട് ഞാൻ യോജിക്കില്ല. എന്തായാലും വളരെ മോശമായി പുള്ളി എന്താ പറയുക ഇന്നലെ നടത്തിയ ആ ഒരു വീഡിയോ വളരെ മോശമായി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ മോശം തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇനി കമൻ്റായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.